നിർമാല്യം എന്ന സിനിമയും അതിലെ മുഖത്ത് തുപ്പും എനിക്ക് പകരുന്നത് അപാരമായിട്ടുള്ള അഭിമാനമാണ്. അപാരമായിട്ടുള്ള അഭിമാനം. എനിക്ക് 2 ഉറുപ്പ്യ വേണം. 2 ഉറുപ്പ്യ പോയിട്ട് 2 കാശില്ല. അമ്പലത്തിലെ സ്ഥിതി നിനക്ക് അറിഞ്ഞൂടെ അപ്പു? ഈ കഴിഞ്ഞ ദിവസം എന്റെ ഫോണിൽ ഒരാൾ വന്നു. വിളിച്ചപാടെ വളരെ തിടുക്കപ്പെട്ട് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. ഒരു ഹൈന്ദവ ഭക്തനാണ്. പ്രായവും പറഞ്ഞു. എനിക്ക് ചേട്ടാ എന്ന് വിളിക്കാൻ പറ്റിയ പരുവത്തിലുള്ള പ്രായം. അദ്ദേഹത്തിന്റെ സ്വരത്തിൽ പരിഭവവും വേദനയും ദേഷ്യവും അമർഷവും അങ്ങനെ എന്തൊക്കെയോ അവിയൽ പരുവത്തിലുള്ള ഒരു വികാരം കിടപ്പുണ്ടായിരുന്നു ആ ശബ്ദത്തിൽ. ഉണ്ണി മുഹമ്മദ് എന്ന വീഡിയോയുടെ തംബ്നെയിലിൽ MD വാസുദേവൻ നായരുടെ പടം കണ്ടു. അതാണ് ആ വിളിയുടെ പ്രകോപനം. MD മരിച്ചിട്ടപ്പോൾ നേരത്തോട് നേരം പോലും കഴിഞ്ഞിരുന്നില്ല. വിളിയൻ ചേട്ടൻ പരേതനെ പരമാവധി ദുഷിച്ചു. വാ നിറയെ ആസ്വദിച്ച് തെറി പറഞ്ഞു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. തന്റെ ദേവിയുടെ മുഖത്ത് ചോര തുപ്പിച്ച അസുരവിത്താണ് MD. നിർമാല്യം എന്ന സിനിമയെ മുൻനിർത്തിയുള്ള ആ ചിന്തയാണ് അദ്ദേഹത്തിന്റെ രോഷത്തിനടിസ്ഥാനം. MD അങ്ങനെ ചെയ്തത് ശരിയാണെന്ന അഭിപ്രായം പോങ്ങനുണ്ടോ എന്നൊരു ചോദ്യവും കൂടി അദ്ദേഹം എനിക്ക് നേരെ എറിഞ്ഞു. വാസ്തവത്തിൽ എനിക്ക് അതിന്മേൽ ഒരല്പം അഭിപ്രായമുണ്ട്. ഈ നിർമാല്യം സംഭവിക്കുന്ന കാലത്ത് പോങ്ങൻ ജനിച്ചിട്ടില്ല. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അളവില്ലാത്ത വിധം നേടിയിട്ടുള്ള ആ സിനിമ പക്ഷേ പോങ്ങൻ കണ്ടിട്ടുണ്ട്. സാഹിത്യ സ്നേഹിയായിട്ടുള്ള ഒരു നാസ്തികനാണെങ്കിലും MD വാസുദേവൻ നായരേക്കാൾ എനിക്കിഷ്ടം ഭഗവതിയെ തന്നെയാണ്. എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല. അതിപ്പോ പാട്ടുപുരയ്ക്കൽ ഭഗവതി ആയാലും ആറ്റുകാൽ ദേവി ആയാലും കൊടുങ്ങല്ലൂർ അമ്മയാണെങ്കിലും എനിക്ക് അവരോടൊക്കെ വലിയ സ്നേഹമാണുള്ളത്. അവരുടെ സാമൂഹ്യ മൂല്യത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഞാൻ നോക്കുന്നില്ല. ഭക്തി ബാഹുല്യം നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂരമ്മയും ആറ്റുകാലമ്മയും തീർച്ചയായിട്ടും നമ്മുടെ പാട്ടുപുരയ്ക്കൽ അമ്മയേക്കാൾ ഒരുപാട് മുന്നിലാണ്. എങ്കിലും മൂവരെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിർമാല്യത്തിലെ വെളിച്ചപ്പാട് ശ്രീകോവിലിലെ ഭഗവതിയുടെ മുഖത്തേക്ക് ചോര തുപ്പിയത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ദേഷ്യം തോന്നിയില്ല, ഒരു അപ്രിയവും തോന്നിയില്ല, നീരസവും തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. അതിന്റെ പേരിൽ ഒരിക്കലും MDയോട് അപ്രിയവും ഉണ്ടായിട്ടില്ല. എന്നാൽ MD വാസുദേവൻ നായർ ഭഗവതിയെ അപമാനിച്ചുവെന്നും നിന്ദിച്ചുവെന്നും വിശ്വസിക്കുന്നവരോട് അല്പം അതൃപ്തി പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള അനിഷ്ടമല്ല, അതൃപ്തിയല്ല. ആ ഒരു ചിന്തയോട് പോങ്ങന് ഒരല്പം അതൃപ്തിയുണ്ട്. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. MD വാസുദേവൻ നായർക്ക് അപമാനിക്കാനോ നിന്ദിക്കാനോ കഴിയുന്ന വിധം ദുർബലമായിട്ടുള്ള ഒരു ശക്തിയല്ല എനിക്കറിയാവുന്ന ഭഗവതി. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എപ്പോഴും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ ഭഗവതി ഭക്തരുടെ മാത്രം അമ്മയുമല്ല, വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും കൂടി അമ്മയാണ്. അസുരവിത്തുകളുടെ അമ്മയും മറ്റാരുമല്ല എന്ന് പറയുന്ന ചിന്തയാണ് പോങ്ങൻ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കണ്ണിൽ MD വാസുദേവൻ നായരും ആ ഭഗവതിയുടെ മകൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. തന്റെ സർഗസിദ്ധിയുടെ കുഞ്ഞിപ്പാദങ്ങൾ കൊണ്ട് MD വാസുദേവൻ നായർ നൽകിയിട്ടുള്ള പുഷ്പസമാനമായ ചവിട്ടു മാത്രമാണ് നിർമാല്യത്തിലെ ആ മുഖത്തുതുപ്പ്. അമ്മമാരെ വേദനിപ്പിക്കാനോ അപമാനിക്കാനോ ത്രാണിയുള്ള ചവിട്ടൊന്നും മക്കളുടെ കുഞ്ഞിക്കാലുകൾ പേറുന്നില്ല എന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും പോങ്ങനുണ്ട്. അതുകൊണ്ട് തന്നെ നിർമാല്യത്തിലെ ആ ചോരതുപ്പ് ദേവീ നിന്നയായി പോങ്ങൻ കാണുകയുമില്ല, ഒരിക്കലും കാണില്ല. ഭഗവതിയും അങ്ങനെ കാണുമെന്ന് കരുതാൻ ന്യായമില്ല. ഭക്തിയില്ലാത്ത MDയെയും ഭക്തിയുള്ള മനുഷ്യരെയും ഒരേ നിലയിൽ കാണാനുള്ള ഔന്നത്യം ഭഗവതിയുടെ മാതൃത്വത്തിനുണ്ട് എന്നുള്ള സത്യം എന്തുകൊണ്ടാണ് ശുദ്ധഭക്തർ മനസ്സിലാക്കാതെ പോകുന്നത് എന്നാണ് പോങ്ങന്റെ ഒരു അതിശയം. പഞ്ചായത്തിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങി പരിശോധിച്ചിട്ടല്ലല്ലോ അമ്മമാർ മക്കളെ സ്നേഹിക്കുന്നത്, അല്ലേ? ഏതുതരം മക്കളെയും ഒരേ കണ്ണിലൂടെ തന്നെയാണ് അമ്മ കാണുന്നത്. നല്ലവനായാലും ചീത്തയായാലും കുസൃതിയായാലും കുന്നായ്മയുള്ളവനായാലും അല്പസ്വല്പം തല്ലിപ്പൊളി ആയാലും ഒക്കെ അമ്മയ്ക്ക് എല്ലാ മക്കളോടും ഏറെക്കുറെ ഒരേ സ്നേഹം തന്നെയാണ്, ഒരേ ഇഷ്ടം തന്നെയാണ്. എല്ലാവരോടുമുള്ളത് ഒരേ മനോഭാവം തന്നെയാണ്. എല്ലാവരോടും ഒരേപോലെ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് അമ്മയ്ക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഭഗവതിയും. മക്കളുടെ ഭക്തി നില പരിശോധിച്ച് അവരോടുള്ള മനോഭാവം നിശ്ചയിക്കുന്ന അത്ര നിലവാരമില്ലായ്മ എനിക്കറിയാവുന്ന ഭഗവതിക്കില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വായിൽ നിറഞ്ഞ ചോര ഭഗവതിയുടെ മുഖത്തേക്ക് തുപ്പി ചത്തുമലയ്ക്കുന്ന വെളിച്ചപ്പാട് ഹൈന്ദവ നിന്ന് നടത്തിയെന്നോ അല്ലെങ്കിൽ ദൈവ നിന്ന് പ്രകടിപ്പിച്ചു എന്നോ മനസ്സിലാക്കാൻ ഈ പോങ്ങന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്ന് മാത്രവുമല്ല, നാസ്തികനായിട്ടുള്ള MDയോളം ഭക്തി ഇക്കാലത്തെ സ്വയം പ്രഖ്യാപിതരായ മിക്ക ഭക്തരിലും ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥ വിശ്വാസികൾ ദൈവങ്ങളെ ദൈവങ്ങളുടെ പാട്ടിന് വിടുന്നവരാണ്. അത് ഏതു മതത്തിൽപ്പെട്ടവരായാലും അവരവരുടെ ദൈവങ്ങളെ ദൈവങ്ങളുടെ പാട്ടിന് വിടും യഥാർത്ഥ വിശ്വാസികൾ. ഭക്തരുടെയും വിശ്വാസികളുടെയും സംരക്ഷണമോ സഹായമോ കൊണ്ട് സ്വന്തം കസേര സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ദൗർബല്യം നമ്മുടെ ഒന്നും ദൈവങ്ങൾക്കില്ല എന്ന് വിശ്വാസി സമൂഹം മനസ്സിലാക്കിയാൽ മനുഷ്യർക്കും ദൈവങ്ങൾക്കും ഒന്നുപോലെ രക്ഷ കിട്ടുമെന്നാണ് പോങ്ങന്റെ വിശ്വാസം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നിർമാല്യം എന്ന സിനിമയും അതിലെ മുഖത്ത് തുപ്പും എനിക്ക് പകരുന്നത് അപാരമായിട്ടുള്ള അഭിമാനമാണ്.
അപാരമായിട്ടുള്ള അഭിമാനം. അതായത് 1973 നിർമ്മാല്യം സംഭവിക്കുന്നത്. നിർമ്മാല്യത്തിന്റെ നിർമ്മാണവും കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള MT വാസുദേവൻ നായർ അരനൂറ്റാണ്ടിലധികം എല്ലാ അവയവങ്ങളോടും കൂടി സസുഖം ഈ നാട്ടിൽ ജീവിച്ചതിന് ശേഷം നല്ലോണം മൂത്തുമുറ്റി തീർത്തും സ്വാഭാവികമായിട്ടുള്ള നിലയിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്, അല്ലേ? അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അത്രത്തോളം സഹിഷ്ണുതയും പുരോഗമന ബുദ്ധിയും പരിഷ്കൃത ബോധവുമുള്ള ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം. ഭഗവതിയുടെ മുഖത്ത് തന്റെ ഒരു കഥാപാത്രത്തെ കൊണ്ട് തുപ്പിച്ച ഒരു എഴുത്തുകാരനെയും ചലച്ചിത്ര പ്രവർത്തകനെയും ജനിച്ചപ്പോഴുണ്ടായിരുന്ന എല്ലാ അവയവങ്ങളോടും കൂടി സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ സമൂഹം അങ്ങേയറ്റം പരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ്. തീർച്ചയായിട്ടും പോങ്ങൻ അങ്ങനെ വിശ്വസിക്കുന്നു. അത്തരമൊരു സമൂഹത്തിൽ ജനിക്കാൻ സാധിച്ചതിലാണ് ഈ പോങ്ങൻ അഭിമാനിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റെവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ അത് സാധിക്കുമോ? കല്ലെറിഞ്ഞു കൊല്ലില്ലേ, അല്ലേ? MT എത്ര സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചത്. 1973 നിർമ്മാല്യം സംഭവിച്ചതിന് ശേഷം 1977 അദ്ദേഹം വീണ്ടും ഒരു വിവാഹവും കൂടി കഴിച്ചു എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു തിരിച്ചടി എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു കാഴ്ച. അതൊരു പക്ഷേ ഭഗവതി കൊടുത്തിട്ടുള്ള ശിക്ഷയാവാം. മറ്റൊന്നുകൂടിയുണ്ട്. നിർമ്മാല്യം വളരെ ശ്രദ്ധയോടുകൂടി പലവട്ടം കണ്ടു നോക്കിയാൽ ഈശ്വരൻ നിന്നയല്ല അതിന്റെ കാതലെന്ന് ചിലർക്കെങ്കിലും പിടികിട്ടും. ഞാൻ അടിയന്തരായിട്ട് ഒരു കാര്യത്തിന് പോവാണ് വൈമുണ്ണിയെ. ഇന്നലെ മോന്തിക്ക് ഞാൻ നിങ്ങളെ പെരയില് വന്നിന്. അപ്പോ നിങ്ങൾ തുള്ളാൻ പോയിരിക്കുക. ഗുരുതി ഉണ്ടാവും. ഗുരുതി കഴിഞ്ഞാല് കുറച്ച് കാശ് കിട്ടാണ്ടിരിക്കില്ല. നിങ്ങൾ ഞമ്മളെ വല്ലാണ്ട് ഇടങ്ങാറാക്കുന്നുണ്ട്. ചുരുങ്ങിയ കാശോട് തിരിമറി ചെയ്യുന്നതാ ഞമ്മളെ കച്ചവടം. മേടിച്ചാ കൊടുക്കണ്ടെന്ന് വല്ലവർക്കും ഉണ്ടാവുമോ? ഈ പൊതിക്കാ തേങ്ങയോട് പട്ടി പുലർത്തുന്ന സമീപനത്തോടെ നിർമ്മാല്യത്തെ ആരും നേരിടരുത്. MT അറിയേണ്ടവർ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, അതായത് അദ്ദേഹത്തിൻ്റെ മൗനത്തെ കേൾക്കുക, അദ്ദേഹം എഴുതാത്ത വാക്കുകൾ വായിക്കുക, അദ്ദേഹം പകർത്താത്ത ദൃശ്യങ്ങൾ കാണുക. അപ്പോൾ മാത്രമേ MT നമുക്ക് പിടികിട്ടുകയുള്ളൂ. സ്വന്തം പേര് പോലും ശൂന്യത കൊണ്ട് ആരംഭിക്കുന്നവനല്ലേ MT. അങ്ങനെ ഒരാളെ കണ്ണുകൊണ്ടും കാതുകൊണ്ടുമല്ല, ബുദ്ധി കൊണ്ടാണ് അറിയേണ്ടത്, ബുദ്ധി കൊണ്ടാണ് അനുഭവിക്കേണ്ടത്. നിർമ്മാല്യം കണ്ണുകൊണ്ട് കാണേണ്ടതായിട്ടുള്ള ഒരു സിനിമയല്ല. കണ്ണൻ ചിരട്ട കൊണ്ട് കടൽ വെള്ളം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുമെങ്കിൽ മാത്രമേ MTയെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 5000 വർഷത്തിലധികം പാരമ്പര്യമുള്ള ദൈവസങ്കല്പത്തെ 1933 ജനിച്ച് 40 വർഷത്തെ ഭൗമ പരിചയം മാത്രമുള്ള MT വാസുദേവൻ നായർക്ക് 1973 എൻ്റെ ഭഗവതിയെ അപമാനിക്കാൻ സാധിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് സങ്കടം മാത്രമേ വരികയുള്ളൂ. കാരണം അത്ര ചെറുതാണോ ഈ നാസ്തികന്റെ സ്വന്തം അമ്മയായിട്ടുള്ള ഭഗവതി? അത്ര ചെറുതാണോ? അങ്ങനെ കരുതാൻ എനിക്ക് മനസ്സില്ല. ഈ നാസ്തികന്റെ അമ്മയായ ഭഗവതി MT വാസുദേവൻ നായർക്കെന്നല്ല, ആർക്കും ഒരു നിലയിലും നിന്ദിക്കാനോ അപമാനിക്കാനോ കഴിയില്ല. അങ്ങനെ കഴിയുന്ന ഒരു ശക്തി തീർച്ചയായിട്ടും ദൈവം എന്ന നിലയിൽ ആർക്കും ആശ്രയിക്കാനും സാധിക്കില്ല. കാരണം ദൈവം എന്ന സങ്കല്പം തന്നെ ഉണ്ടാവുന്നത് ആരുമില്ലാത്തവർക്ക്, നിരാലംബരായിട്ടുള്ള മനുഷ്യർക്ക്, അവർക്ക് ആശ്രയമാകാനാണ്. അതുകൊണ്ട് തന്നെ MT വാസുദേവൻ നായർക്ക് അപമാനിക്കാനോ നിന്ദിക്കാനോ കഴിയുന്ന ഒന്നല്ല എൻ്റെ ഭഗവതി. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്, അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി ഒരു സർഗസൃഷ്ടിയായിട്ട് മാത്രം നമുക്കതിനെ കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല, MT വാസുദേവൻ നായർ ഈ നാട്ടിൽ ജനിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റിയത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ഇത് സാധിക്കോ? ഒരു മനുഷ്യൻ അവൻ്റെ സർഗസിദ്ധി ഏത് നിലയിലും ഇവിടെ പ്രകടിപ്പിക്കാം, സധൈര്യം പ്രകടിപ്പിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ നാട്ടിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ സനാതന ധർമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. എല്ലാത്തരം ആളുകളെയും ഉൾക്കൊള്ളും, എല്ലാത്തിനെയും അംഗീകരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി, അതാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. എന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ ഭൂമി കയ്യേറാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടി കൊടുക്കണം, അത് വേറെ. ദൈവങ്ങളെ വിട്ടേക്ക്, നമ്മളുടെ ദൈവങ്ങളെ ഒന്നും ആർക്കും ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷേ അപ്പോഴും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ വേദനിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ
തീർച്ചയായിട്ടുമല്ല. കാരണം എന്നെ വിളിച്ച മനുഷ്യൻ അത്ര വേദനയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദൈവസങ്കല്പത്തെ അപമാനിച്ചതിലുള്ള വേദന. കാരണം ആ മനുഷ്യനൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട്, അല്ലെങ്കിൽ ഈ ഭഗവതി എന്ന് പറയുന്ന സങ്കല്പത്തെയൊക്കെ അത്രമാത്രം ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം നീക്കങ്ങൾ ആരിൽ നിന്നെങ്കിലും ഉണ്ടാകുമ്പോൾ അവർക്ക് വേദന തോന്നുമെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ആ വേദന ചെറുതായിട്ട് ഞാൻ കാണില്ല, ആ വേദനയെ പരിഹസിക്കാൻ ഞാൻ നിൽക്കില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ട കാര്യമില്ല. നമുക്ക് ജീവിക്കാൻ ദൈവത്തെ ഒരു ആശ്രയമായിട്ട് സ്വീകരിച്ചാൽ മാത്രം മതി. ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് നമ്മളുടെ ഒരു സഹായവും ആവശ്യമില്ല. ഹൈന്ദവർ എന്ന് പറയുന്നത് ദൈവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല, ദൈവത്തെ ഓർത്ത് ജീവിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ പടയാളികളല്ല, ദൈവത്തെ ഉപാസിക്കുന്നവരാണ്. ദൈവത്തിന് നമ്മളുടെ സംരക്ഷണം ആവശ്യമില്ല. ഏത് മതസ്ഥരുടെ ദൈവത്തിനാണെങ്കിൽ പോലും വിശ്വാസികളുടെ ആവശ്യമില്ല. വേണ്ടത് മതപുരോഹിതന്മാർക്ക്, മതത്തെ ഒരു സംഘടിത ശക്തിയാക്കി വോട്ട് ബാങ്കാക്കി മാറ്റുന്ന രാഷ്ട്രീയക്കാർക്ക്, ഇവർക്കൊക്കെ ആവശ്യമുള്ളൂ ഈ പറയുന്ന കാര്യങ്ങൾ. അല്ലാത്തവർക്കൊന്നും ഒരു സംഘടിത ബുദ്ധിയും വേണ്ട. അവനവൻ്റെ ജീവിതം അങ്ങ് ജീവിച്ചാൽ മാത്രം മതി. സ്വന്തം ദൈവത്തിൻ്റെ പേരിൽ സഹജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. MT അദ്ദേഹത്തിൻ്റെ സർഗസിദ്ധിയിൽ എന്തെങ്കിലും ഒരു കാര്യം ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കേവലം അതിനെ ആ ഒരു അപമാനമായിട്ട് അല്ലെങ്കിൽ ദൈവനിന്ദയായിട്ട് ഭഗവതിയെ നിന്ദിച്ചതായിട്ട് കാണാതെ, തീർച്ചയായിട്ടും അതിൽ മറ്റെന്തെങ്കിലും സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ടോ, സാമൂഹ്യമായ എന്തെങ്കിലും ഒരു ഗുണം, മതപരമായിട്ടല്ലാതെ സാമൂഹ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഗുണം നിർമാല്യത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഹൈന്ദവർക്ക് എന്തെങ്കിലും നിലയിലുള്ള സന്ദേശം നിർമാല്യത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകളല്ലേ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നടത്തേണ്ടത്. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ കൃത്യമായിട്ടും വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ചാൽ, നോക്കിയാൽ ഒരു സാമൂഹ്യ പാഠം നിർമാല്യം അവശേഷിപ്പിക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യം പോങ്ങനുണ്ട്. അതുകൊണ്ട് പോങ്ങൻ നിർമാല്യത്തിലെ ആ ഒരു ചോരതുപ്പിനെ ദൈവനിന്ദയായി, ഭഗവതിയെ അപമാനിക്കുന്നതായി കാണുന്നേയില്ല. അതിൽ നിന്ന് പഠിക്കേണ്ടത് ഒരു പാഠമാണ്. ആ പാഠം എന്താണ് എന്നുള്ളതിന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ഹൈന്ദവ സമൂഹം കാണിക്കേണ്ടത്. അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ജീവിച്ചു പോകാം എന്ന് മാത്രമേ പോകാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നുമില്ല. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. സന്തോഷം.